السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ലോകത്തിലെ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ലോകത്തിൽ എവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ്. ഒരു പ്രതിമയില്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു തആല കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട നേതാവ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ്. അതുകൊണ്ട് നാം മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അല്ലയോ യാ ഉമർ, അല്ലയോ ഉമറേ, നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരേക്കാളും സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തെക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞില്ല, ഞാൻ എല്ലാവരേക്കാളും നബിതങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ യഥാർത്ഥ മുഅ്മിനായിട്ടില്ല. നിന്റെ ശരീരത്തെക്കാളേറെ എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നീ ഒരു യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതിനാൽ നാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.